ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് പോരാടാൻ പാറ്റ്നയിൽ ചേർന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ തീരുമാനം. അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കാനാണ് ധാരണ. യോഗം വലിയ വിജയമായിരുന്നുവെന്ന് നേതാക്കൾ പ്രതികരിച്ചു. അടുത്ത മാസം ഷിംലയിൽ വീണ്ടും യോഗം ചേരും. സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ബീഹാർ മുഖ്യമന്ത്രിയും ജെഡിയു നേതാവുമായ നിതീഷ് കുമാർ പറഞ്ഞു. ബിജെപി സർക്കാരിന്റെ തുടർ ഭരണം തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ബീഹാറിലെ പട്നയിൽ ചേർന്നത്. രാഷ്ട്രീയ എതിരാളികൾ ഒരുമിച്ച് ചർച്ചകളിൽ ഭാഗമായി എന്നതായിരുന്നു യോഗത്തിന്റെ പ്രത്യേകത. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, എം കെ സ്റ്റാലിൻ, മമതാ ബാനർജി, സീതാറാം യെച്ചൂരി, ഡി രാജ, ഉദ്ധവ് താക്കറെ, അഖിലേഷ് യാദവ് തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. उन सबका स्वागत, आप सबका स्वागत। नीतीश जी ने आज लंच में हमें बिहार की सब डिशेस खिला दी। लिट्टी चोखा, उनका स्पेशल गुलाब जामुन, तो उसके लिए बहुत बहुत धन्यवाद। देखिए, जैसे आप जानते हैं, हिंदुस्तान की नींव पर आक्रमण हो रहा है। फाउंडेशन पर, इंस्टीट्यूशंस पर, आवाज पर बीजेपी और आरएसएस आक्रमण कर रही है। मैंने मीटिंग में भी कहा, यह विचारधारा की लड़ाई है और इसमें हम सब एक साथ खड़े हैं। हम में जरूर थोड़ी थोड़ी डिफरेंसेस होंगी, मगर हमने ये निर्णय लिया है कि हम एक साथ काम करेंगे, फ्लेक्सिबिलिटी के साथ काम करेंगे और जो हमारी विचारधारा है, जिसको हम शेयर करते हैं, उसकी हम रक्षा करेंगे। जैसे खारगे जी ने कहा, नीतीश जी ने कहा, कुछ ही समय में अगली मीटिंग होगी और ये जो आज हमने बातचीत की उसको हम थोड़ा और गहराई में ले जाएंगे। मगर ये एक प्रोसेस है, ऑपोजिशन यूनिटी की एक प्रोसेस है और यह बहुत गहरी तरीके से आगे बढ़ने जा रही है। ലൈഫ് മിഷൻ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ചോദ്യങ്ങളുമായി വിചാരണ കോടതി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ആദ്യം അറസ്റ്റ് ചെയ്തപ്പോൾ മറ്റ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്താതിരുന്നത് എന്തുകൊണ്ടാണെന്ന് കലൂർ PMLA കോടതി ചോദിച്ചു. കേസിൽ സ്വപ്ന സുരേഷിന് ഉപാധികളോടെ ജാമ്യവും സരിത്തിന് ഇടക്കാല ജാമ്യവും അനുവദിച്ചു. ശിവശങ്കറിന്റെയും സന്ദീപ് നായരുടെ റിമാൻഡ് കാലാവധി നീട്ടി. കേസിൽ വൻ സ്രാവുകൾ ഇപ്പോഴും പുറത്താണെന്ന് സ്വപ്ന പ്രതികരിച്ചു. ലൈഫ് മിഷൻ കേസിൽ സമൻസ് ലഭിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ, സ്വപ്ന സുരേഷ്, സരിത്, സന്ദീപ് നായർ, സന്തോഷ് ഈപ്പൻ ഉൾപ്പെടെയുള്ള പ്രതികളാണ് കലൂർ PMLA കോടതിയിൽ ഹാജരായത്. കേസിൽ 2-3 പ്രതികളായ സ്വപ്നയും സരിത്തും കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഇരുവർക്കും ജാമ്യം അനുവദിക്കുന്നതിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർത്തു. സരിത്തിന് കേസിൽ നേരിട്ട് പങ്കുണ്ടെന്ന് ED കോടതിയെ അറിയിച്ചു. ഈ ഘട്ടത്തിലാണ് സ്വപ്നയെയും സരിത്തിനെയും ആദ്യം അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചത്. ഇരുവരുടെയും മൊഴികൾ രേഖപ്പെടുത്തിയെന്നായിരുന്നു EDയുടെ മറുപടി. ശിവശങ്കറിനെ മാത്രം ആദ്യം അറസ്റ്റ് ചെയ്തപ്പോൾ മറ്റുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താതിരുന്നത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു. ശിവശങ്കർ കേസന്വേഷണവുമായി ഒരു ഘട്ടത്തിലും സഹകരിച്ചിരുന്നില്ല എന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മറുപടി. സ്വപ്നയ്ക്ക് ഉപാധികളോടെയും സരിത്തിന് ഇടക്കാല ജാമ്യവും അനുവദിച്ചു. അടുത്ത മാസം 24 വരെയാണ് സരിത്തിന് ജാമ്യം അനുവദിച്ചത്. ശിവശങ്കറിന്റെയും സന്ദീപ് നായരുടെയും റിമാൻഡ് കാലാവധി ഓഗസ്റ്റ് 5 വരെ നീട്ടി. അതേസമയം ലൈഫ് മിഷൻ കേസിൽ പ്രധാന പ്രതികൾ ഇപ്പോഴും പുറത്താണെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു. മുഖ്യമന്ത്രി അടക്കമുള്ളവരിലേക്ക് അന്വേഷണം എത്തുമെന്നും സ്വപ്ന പറഞ്ഞു. Personally, I do not know how far the investigating agency has found it out. Probably we've understood that there's one more charge sheet that is going to be submitted by them, right? Additional charge sheet. So that additional charge sheet ഒരു logical conclusion എത്തണമെങ്കിൽ it has to reach until the Honorable Chief Minister. തന്നെ ED അറസ്റ്റ് ചെയ്യാത്തത് ചോദ്യം ചെയ്യലുകളോട് സഹകരിച്ചതുകൊണ്ടാണെന്നും സ്വപ്ന പ്രതികരിച്ചു. വിജേഷ് പിള്ളയ്ക്കെതിരായ കേസ് കർണാടക ഹൈക്കോടതി റദ്ദാക്കിയതായി അറിയില്ല. പരാതിക്കാരിയായ തന്നെ കേട്ടില്ലെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും സ്വപ്ന വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. മോൺസൺ മാവുങ്കൽ ഉൾപ്പെട്ട തട്ടിപ്പ് കേസിൽ K സുധാകരനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. രാവിലെ 11 മണിക്കാണ് ചോദ്യം ചെയ്യൽ തുടങ്ങിയത്. പരാതിക്കാർ ഓൺലൈനിൽ ഹാജരായി. അനൂപ് മുഹമ്മദ്, ഷമീർ എന്നിവരാണ് ഹാജരായത്. സുധാകരന്റെ മൊഴിയിൽ വ്യക്തതയ്ക്കായാണ് പരാതിക്കാരെ ഓൺലൈനായി ബന്ധപ്പെടുത്തിയത്. നിയമവ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ചോദ്യാവലിക്കെല്ലാം പൂർണ്ണമായ ഉത്തരം നൽകുമെന്നും സുധാകരൻ ചോദ്യം ചെയ്യലിന് ഹാജരാകും മുൻപ് പറഞ്ഞു. അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെയെന്നും അതിൽ ആശങ്കയില്ലെന്നും K സുധാകരൻ പറഞ്ഞു. കടൽ താണ്ടിയ തന്നെ കൈത്തോട് കാണിച്ച് ഭയപ്പെടുത്തേണ്ടെന്നും സുധാകരൻ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് മുൻപ് പ്രതികരിച്ചു.
എൻ്റെ മനസ്സിൻ്റെ അകത്തൊരു കുറ്റബോധമില്ലാത്തടത്തോളം കാലം ഞാൻ ഒന്നിനെയും ഭയപ്പെടേണ്ട. എന്ത് തെളിവുണ്ടെങ്കിലും തെളിവ് വരട്ടെ, തെളിവ് അവിടെ വെച്ചിട്ട് കാണാം. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തില്ല എന്ന് എനിക്കല്ലേ അറിയാം. എൻ്റെ മനസാക്ഷിക്കനുസരിച്ച് ഞാൻ പറയുന്നു, എൻ്റെ ഭാഗത്ത് ഒരു പാളിച്ചയും ഒരു പാകപ്പിടിയും വന്നിട്ടില്ല. ഞാൻ ഒരാളെയും ദുരുപയോഗം ചെയ്തിട്ടില്ല, ഒരാളുടെ കൈക്കൂലിയും വാങ്ങിയിട്ടില്ല. ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ കൈക്കൂലി വാങ്ങാത്തൊരു രാഷ്ട്രീയക്കാരനാണ്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ എത്തിക്സാണ്. അവോയ്ഡ് 3W, അതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ പ്രാവർത്തികമാക്കുന്ന രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് എനിക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല, ആരെയും ആശങ്കപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ സത്യസന്ധമായി മാത്രമേ കാര്യങ്ങൾ ചെയ്യുള്ളൂ. കോടതിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരറസ്റ്റിനും ആശങ്കയില്ല. അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ജാമ്യമുണ്ട്, ഒരു കുഴപ്പമില്ല. അല്ലൊന്നും ഞാൻ ഒരു ഭയപ്പെടുന്ന ഒരാളെ അല്ല. കടൽ കയറി വന്നതാണ് ഞാൻ. കൈത്തോട് കാണിച്ചെന്നെ പേടിപ്പിക്കാൻ നിൽക്കരുത്. ഗുരുതര ആരോപണങ്ങളുമായി സീറോ മലബാർ സഭ സിനഡിന്റെ വിശദീകരണക്കുറിപ്പ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കും അൽമായ സംഘടനകൾക്കും തീവ്രവാദ സംഘടനകളുമായി ബന്ധമെന്നാണ് ആരോപണം. സഭാവിരുദ്ധ സംഘടനകൾക്കൊപ്പം ചേർന്ന് സഭയെ തകർക്കാൻ നീക്കം നടത്തിയെന്നും സഭയ്ക്കും കർദിനാളിനുമെതിരെ തുടർച്ചയായി വ്യാജ പ്രചാരണങ്ങൾ നടത്തിയെന്നും കുറിപ്പിൽ പറയുന്നു. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് സീറോ മലബാർ സഭ. ഡാനി, വലിയ രീതിയിലുള്ള തർക്കങ്ങൾ വർഷങ്ങളായിട്ട് നടക്കുന്നു. അൽമായരും അതോടൊപ്പം തന്നെ കർദിനാൾ പക്ഷവും തമ്മിൽ എല്ലാവർക്കും വ്യക്തമായ വിഷയങ്ങൾ തന്നെയാണ്. അൽമായ സമിതിക്കെതിരെയാണോ ഇത്രയും വലിയ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ സിനഡിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിരിക്കുന്നത്? അപർണ, ഇത് ഒരു വഴിത്തിരിവിലേക്ക്, അതായത് ഇനിയിപ്പോൾ ഈ സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എന്തും സംഭവിക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുകയാണ്. കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യാൻ സഭയുടെ ചരിത്രത്തിലാദ്യമായി ഈ രീതിയിൽ ഒരു സിനഡ് നടക്കുന്നു. അത് വത്തിക്കാൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അത്തരമൊരു സിനഡ് നടക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ സിനഡിൽ പ്രശ്നങ്ങളൊന്നും തന്നെ അവസാനിക്കുന്നില്ല. മറ്റൊരിടത്തേക്ക് ഈ വിഷയങ്ങൾ വരുന്നു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. സിനഡ് കഴിഞ്ഞതിന് ശേഷമുള്ള വാർത്താക്കുറിപ്പിലും വലിയ രീതിയിലുള്ള പരാമർശങ്ങളില്ലാതെ തന്നെ കടന്നുപോയെങ്കിൽ ഇപ്പോൾ സിനഡിൽ നൽകിയ സിനഡ് സംബന്ധിച്ച് ബിഷപ്പുമാർക്ക് കൊടുത്തിട്ടുള്ള കുറിപ്പ്, ഈ കുറിപ്പിലാണ് ഇത്തരം ഗുരുതരമായ പരാമർശങ്ങൾ അടങ്ങിയിട്ടുള്ളത്. വൈദികർക്ക് അതോടൊപ്പം തന്നെയും വൈദികരെ അനുകൂലിച്ചുകൊണ്ട് നിൽക്കുന്ന വിമത വിഭാഗം എന്ന പേരിൽ അവർക്കൊപ്പം തന്നെ നിൽക്കുന്നവർക്കെല്ലാം തന്നെ ഈ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് അതീവ ഗുരുതരമായ പരാമർശമാണ് അത് സിനഡിൽ കൊടുത്തിരിക്കുന്ന നോട്ടിലുള്ളത്. ഇത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അതുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, സഭയെ തകർക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായ ഗൂഢാലോചനകൾ പല ഭാഗങ്ങളിലും തന്നെ നടക്കുന്നു. ഇതിനെല്ലാം തന്നെ മറ്റുള്ളവരുമായി ചേർന്ന് നിൽക്കുന്നു. ബിഷപ്പ് ഫ്രാങ്കോയുടെ വിഷയം, സിസ്റ്റർ ലൂസിയുടെ വിഷയം തുടങ്ങിയ പല കാര്യങ്ങളിലും തന്നെ ഇത്തരം ഒരു കൂടിച്ചേരലുകളെല്ലാം തന്നെ കണ്ടതാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള ഒരു കൂടിച്ചേരലുകൾ എല്ലാ ഭാഗങ്ങളിലും തന്നെ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെയാണ് കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വത്തിക്കാൻ്റെ അടക്കമുള്ള നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നതിൽ ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. എറണാകുളം സെൻറ് മേരീസ് ബസിലിക്ക തുറക്കാതെ പോകുന്നതിൻ്റെ കാരണങ്ങളും ഇത് തന്നെയാണ്. അങ്ങനെ സഭയെ ശിഥിലമാക്കുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും വൈദികരുടെ അടക്കമുള്ള ഭാഗത്തു നിന്ന് ഉണ്ടാക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് കരിയലിനെ മാറ്റിയതല്ല, അത് ബിഷപ്പ് ആന്റണി കരിയലിനെ പലരും ചേർന്ന് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, വിമത വിഭാഗം ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തെ അവിടെ നിന്ന് നീങ്ങുന്നതിന് അദ്ദേഹം നിർബന്ധിതമാക്കപ്പെട്ടതാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള അപ്പോസ്റ്റലിക് ആർച്ച് ബിഷപ്പ് അഡ്മിനിസ്ട്രേറ്ററായ ആൻഡ്രൂസ് താഴത്ത് അദ്ദേഹം സ്ഥാനമൊഴിയാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നതായി കുറിപ്പിലുണ്ട്. അദ്ദേഹത്തിനോട് അനുകൂലിച്ച് ആരും തന്നെ ഒരു ചർച്ചകളിലോ അല്ലെങ്കിൽ ഒരുമപ്പെട്ടു പോകാനുള്ള ഒരു തീരുമാനവും ഇതിൽ കാണുന്നില്ല. അതീവ ദുഃഖിതനായി അദ്ദേഹം ഈ സ്ഥാനമൊഴിയുന്നതിന് അദ്ദേഹം തയ്യാറാണെന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സ്ഥിതിഗതികൾ ഓരോന്നായി അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ളതാണ് ഈ നോട്ട്. സഭ എത്തി നിൽക്കുന്ന പ്രതിസന്ധിയുടെ ആഴം എത്രയെന്ന് ഈ കുറിപ്പ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇത് വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്ത് സഭയ്ക്കകത്തും പുറത്തുമെല്ലാം തന്നെ ചർച്ചയാകുന്ന ഒരു വിഷയമായിട്ട് ഇപ്പോൾ ഇത് മാറിയിരിക്കുന്നു. സഭയുടെ നിലപാട് എന്ന രീതിയിലേക്ക് ഇത് വ്യാഖ്യാനിക്കപ്പെടുമോ? അതായത് സ്വാഭാവികമായും സിനഡിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഈ ആരോപണങ്ങൾ കർദിനാൾ പക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ആരോപണങ്ങളായി വ്യാഖ്യാനിച്ചുകൊണ്ട് വീണ്ടും ഒരു പ്രതിരോധം തീർക്കാനുള്ള നീക്കത്തിലേക്ക് അൽമായ സംഘടനകൾ കടക്കുമോ? അതോ ഇത് കൂടുതൽ ഉയർന്ന തലങ്ങളിലേക്ക്, പല വിഷയങ്ങളും നേരിട്ട് വത്തിക്കാനിലേക്ക് തന്നെ പരാതികളായി പോയ സാഹചര്യം കൂടെ സീറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ? ഇനിയുള്ള നീക്കങ്ങൾ ഏത് രീതിയിലായിരിക്കുമെന്നാണ് തോന്നുന്നത്?
അപർണ, ഇക്കാര്യത്തിൽ ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. കാരണം എത്ര പേർ ഈ ഇപ്പോഴുള്ള ഈ നോട്ടിനെ പിന്തുണയ്ക്കുന്നതിൽ ഈ സിനഡിൽ എത്ര ബിഷപ്പുമാരുണ്ട്, എത്ര മെത്രാന്മാർ ഇതിനെ പിന്തുണയ്ക്കുന്നു, അല്ലെങ്കിൽ ആ വിമതപക്ഷത്തോടടുത്ത് എത്ര പേരുണ്ട് എന്നതെല്ലാം ഇനി കണക്കെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. കാരണം ഇത് ഏകകണ്ഠമായ ഒരു കുറിപ്പ് എന്ന രീതിയിലേക്ക് കാണാൻ കരുതേണ്ടതില്ല എന്നതാണ് വിമത വിഭാഗത്തിന്, അല്ലെങ്കിൽ ഇപ്പോൾ തീവ്രവാദ സംഘടനകളുമായി അടുത്ത ബന്ധമെന്ന് പറയുന്ന വൈദികരുടെയും വിശ്വാസികളുടെയും ഭാഗത്തു നിന്നുള്ള ആദ്യ പ്രതികരണം അതാണ്. ഇത് അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കർദിനാൾ വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് അവർ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നോട്ടായി കൊടുത്തു, അതിനെ അങ്ങനെ കാണാമെന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്ന ആദ്യ പ്രതികരണം. ഇതിനെ എത്ര ബിഷപ്പുമാർ പിന്തുണയ്ക്കുന്നു എന്നത് അവർ പറയുന്നു. പലപ്പോഴും തന്നെ സിനഡിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു കുർബാന ചൊല്ലാൻ അനുമതി നൽകുന്നത് ബന്ധപ്പെട്ടതുമായ വിഷയങ്ങൾ ഇത്ര കണ്ട് സങ്കീർണമാക്കേണ്ടതുണ്ടോ എന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ സിനഡിൽ ഉണ്ടായിരിക്കുന്ന ബിഷപ്പുമാർ അതിൽ ആരെല്ലാമാണ് ഇത്തരമൊരു കുറിപ്പിനെ ഇതിൽ ഏകകണ്ഠമായി സഭ ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് പോകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഈ ഒരു വിഷയത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കൊപ്പം സിനഡിൽ എത്ര പേരുണ്ടാകും, അല്ലെങ്കിൽ സിനഡ് ഒറ്റക്കെട്ടായി ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തുകൊണ്ട് പോകാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇനിയുള്ള ഒരു തുടർ ചർച്ചകൾ എന്ന് പറയുന്നത്. അത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിഭജനത്തിനടക്കം കാരണമാകുമോ എന്നത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്തരമൊരു നിർദ്ദേശം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികൾ, അതോടൊപ്പം തന്നെ വൈദികർ, ഇതെല്ലാം തന്നെ ഈ ഒരു സിനഡിൻ്റെ ഇപ്പോഴുള്ള ഒരു തീരുമാനത്തിന്, അല്ലെങ്കിൽ കർദിനാളിൻ്റെതടക്കമുള്ളൊരു തീരുമാനത്തിനെതിരായിട്ട് തന്നെ നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ മറ്റൊരു പരിഹാരം എന്ന രീതിയിലേക്ക് അതിരൂപതയെ വിഭജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന സാധ്യതകളെല്ലാം തന്നെ ചർച്ചകളിലേക്ക് അടക്കം വന്നിരുന്നതാണ്. ഇനി അത്തരമൊരു പോംവഴികൾ മാത്രമാണ് സിനഡിൻ്റെ മുൻപിലുള്ളതോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ ചർച്ചയുണ്ടാകും. എന്തായാലും ഇത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഭയ്ക്ക് അകത്ത് നിൽക്കുന്ന വൈദികർ ഉൾപ്പെടെയുള്ളവർക്ക് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് സഭയുടെ ഗുരുതരമായ ആരോപണങ്ങൾ സിനഡിന്റെ ഭാഗത്ത് നിന്ന് ഉന്നയിച്ചിരിക്കുന്നത്. അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് തീവ്രവാദ ബന്ധം, അൽമായ സംഘടനകൾക്കും തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം സിനഡിന്റെ ഭാഗത്ത് നിന്ന് ഉന്നയിച്ചിരിക്കുന്നു. കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിനകത്ത് വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്ന് കൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ NSSൽ ആഭ്യന്തര കലാപം. ഡയറക്ടർ ബോർഡ് അംഗം കലഞ്ഞൂർ മധു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ബജറ്റ് സമ്മേളനം ബഹിഷ്കരിച്ചു. ജി സുകുമാരൻ നായരുടെ ഏകാധിപത്യമാണ് NSSൽ നടക്കുന്നതെന്ന് യോഗം ബഹിഷ്കരിച്ചു പുറത്തുവന്ന കലഞ്ഞൂർ മധു പ്രതികരിച്ചു. അതേസമയം സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് കലഞ്ഞൂർ മധു നടത്തിയതെന്നായിരുന്നു സുകുമാരൻ നായരുടെ മറുപടി. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ സ്വജനപക്ഷപാതം ആരോപിച്ച് അടൂർ താലൂക്ക് യൂണിയനും സംഘടനയിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഇല്ലാതാക്കിയെന്നാണ് ആരോപണം. അഴിമതി കൊണ്ട് NSSനെ കുട്ടിച്ചോറാക്കുന്നുവെന്നും താലൂക്ക് യൂണിയൻ ആരോപിച്ചു. കലഞ്ഞൂർ മധു ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്തായതിന് പിന്നാലെയാണ് മധു അംഗമായ താലൂക്ക് യൂണിയൻ ആരോപണവുമായി രംഗത്ത് വന്നത്. വിദ്യ പ്രതിയായ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ കൂടുതൽ തെളിവുകൾ തേടി അന്വേഷണ സംഘം. വ്യാജരേഖയായ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഫോണിൽ ഉണ്ടായിരുന്നു എന്ന സംശയത്തെ തുടർന്ന് വിദ്യയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡിലീറ്റ് ചെയ്യപ്പെട്ട ഫോട്ടോകളും മെയിലുകളും തിരിച്ചെടുക്കാൻ പോലീസ് സൈബർ സെല്ലിന്റെ സഹായം തേടി. ഇതിനിടെ തുടർച്ചയായ ചോദ്യം ചെയ്യലിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട വിദ്യയെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി. കായംകുളം MSM കോളേജിനോട് വീണ്ടും വിശദീകരണം തേടാൻ കേരള സർവകലാശാല. അഡ്മിഷൻ കമ്മിറ്റിയിലെ മുഴുവൻ അധ്യാപകരുടെയും പട്ടിക കൈമാറാൻ കോളേജിന് നിർദ്ദേശം നൽകും. നേരത്തെ നൽകിയ വിശദീകരണം തള്ളിയാണ് വീണ്ടും സർവകലാശാലയുടെ ഇടപെടൽ. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ KSU നേതാവ് അൻസിൽ ജലീലിന് ഇടക്കാല മുൻകൂർ ജാമ്യം. 2 ആഴ്ചത്തേക്കാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. അറസ്റ്റ് ചെയ്യുന്ന പക്ഷം 50,000 രൂപ ബോണ്ട് ഉൾപ്പെടെ വ്യവസ്ഥകളിന്മേൽ ജാമ്യത്തിൽ വിടണമെന്നും കോടതി നിർദ്ദേശിച്ചു. മോദി അമേരിക്കയിൽ. ഇന്ത്യ-US ബന്ധത്തിൽ നിർണായക വഴിത്തിരിവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സ്റ്റേറ്റ് വിസിറ്റ്. വൈറ്റ് ഹൌസിലും അമേരിക്കൻ കോൺഗ്രസിലും പ്രധാനമന്ത്രിക്ക് നൽകിയ വരവേൽപ്പ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത സൂചിപ്പിക്കുന്നതായി. നാളെ അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഈജിപ്തിലേക്ക് തിരിക്കും. വൈറ്റ് ഹൌസിലെ സ്വീകരണത്തിനും ജോ ബൈഡനുമായുള്ള ചർച്ചയ്ക്കും ശേഷം
ഈസ്റ്റ് റൂമിലാണ് ഇരു നേതാക്കളും മാധ്യമങ്ങളെ കണ്ടത്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ മതജാതി വർണ്ണ ലിംഗ വ്യത്യാസമില്ലെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രധാനമന്ത്രിയുടെ മറുപടി. मुझे आश्चर्य हो रहा है कि आप कह रहे हैं कि लोग कहते हैं नहीं, भारत डेमोक्रेसी है। और जैसा राष्ट्रपति बाइडेन ने कहा, भारत और अमेरिका दोनों के डीएनए में लोकतंत्र है। लोकतंत्र हमारा स्पिरिट है, लोकतंत्र हमारी रगों में है, लोकतंत्र को हम जीते हैं. തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. യുക്രൈൻ യുദ്ധം, കാലാവസ്ഥാ വ്യതിയാനം, ഇന്ത്യ അമേരിക്ക പ്രതിരോധ സാങ്കേതിക സഹകരണം തുടങ്ങിയവ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വിഷയങ്ങളായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എടുത്തുപറഞ്ഞായിരുന്നു അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് മോദിയുടെ പ്രസംഗം. Our relations are of great importance to all of you. Every member of this Congress has a deep interest in it. രണ്ടാം തവണയാണ് അമേരിക്കൻ കോൺഗ്രസിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത്. കോൺഗ്രസ് അംഗങ്ങൾ മോദിക്കൊപ്പം സെൽഫി എടുക്കാനും ഓട്ടോഗ്രാഫ് മേടിക്കാനും ചുറ്റും കൂടിയത് ശ്രദ്ധേയമായി. വൈറ്റ് ഹൌസിൽ പ്രധാനമന്ത്രിക്കൊരുക്കിയ അത്താഴ വിരുന്നും പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. അമേരിക്കൻ ടെക് കമ്പനി തലവന്മാരും ഇന്ത്യയിൽ നിന്ന് മുകേഷ് അംബാനി, നിതാ അംബാനി തുടങ്ങിയവരും അത്താഴ വിരുന്നിനെത്തി. Two great friends, two great nations and two great powers. Cheers. प्रधानमंत्री जी आपकी साझेदारी के लिए धन्यवाद. പ്രധാനമന്ത്രിയുടെ 4 ദിവസത്തെ സന്ദർശനത്തിനിടെ പ്രതിരോധ സാങ്കേതിക ബഹിരാകാശ രംഗത്തെ സുപ്രധാന കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇനി ഇന്നത്തെ സ്വർണ്ണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ നോക്കാം. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണ്ണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണ്ണത്തിന് വില കുറഞ്ഞു. ഗ്രാമിന് 35 രൂപ കുറഞ്ഞു. സ്വർണം ഗ്രാമിന് 5400, പവന് 43,200 രൂപയും. വെള്ളി ഗ്രാമിന് 76, കിലോയ്ക്ക് 76,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,398 രൂപ. തരകൻസ് ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണ്ണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. പൂർണ്ണമാകുന്നു വാർത്തയിൽ നിന്ന്. നമസ്കാരം.